ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമാണതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനുഷ്യന്റെ ഇന്ന് കാണുന്ന ഈ ശരീരമില്ലാതെ, നമ്മുടെ ഈ കാണുന്ന ബോഡിയില്ലാതെ, നമ്മുടെയൊക്കെ ആത്മാവിനെ അല്ലാഹുവിന്റെ തിരുഹളറത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയത്രേ. ഇന്ന് ഈ കാണുന്ന ബോഡിയൊന്നുമില്ല, ഈ ശരീരഭാഷയൊന്നുമില്ല. നമ്മുടെയൊക്കെ റൂഹുകളെ, ആത്മാക്കളെ മാത്രമായി അള്ളാഹുവിന്റെ തിരുസവിധത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി. എല്ലാവരുമുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളും, എല്ലാ ഔലിയാക്കളും, എല്ലാ മശായിഖന്മാരും, എല്ലാ സമുദായക്കാരും, എല്ലാ നിരീശ്വരവാദികളും, യുക്തിവാദികളും, ഇന്നുള്ള വിശ്വാസികളും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആത്മാവിനെ ഒരുമിച്ച് കൂട്ടി. ഇന്നുള്ളവരും കഴിഞ്ഞ സമൂഹവും വരാനിരിക്കുന്നവരുടെ ഒക്കെ ആത്മാവിനെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ആ ആത്മാക്കളോടായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കരാറുകൾ ചെയ്തു എന്നാണ് വിശുദ്ധമായ ഖുർആൻ ആ സംഭവം വളരെ വ്യക്തമായ രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ലതുപോലെ ശ്രദ്ധിക്കണേ നിങ്ങൾ ഇവിടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ അൻത റബ്ബുനാ വഇലാഹുനാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ളതായ സർവ്വ മഹത്തുക്കളാകുന്ന അമ്പിയാക്കളെയും അതത് സമുദായക്കാരെയും അല്ലാഹു അവന്റെ തിരുഹളറത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. ആ ആത്മാക്കളോടായി അല്ലാഹു ചില കരാറുകൾ ചെയ്തു അത്രേ. അല്ലാഹു ആത്മാക്കളോടായി ചോദിക്കുകയാണ്, സമ്മതിക്കാത്തവർ ഈ രണ്ടാം ലോകത്ത് വെച്ചുകൊണ്ട്, രണ്ടാം ഘട്ട ജീവിതത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയവരെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുകയുള്ളൂ. ഈ ദുനിയാവിൽ ആരൊക്കെ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ടോ അവരൊക്കെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഒന്നാം ഘട്ട ജീവിതത്തിൽ ആത്മാക്കളായിരിക്കെ പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ കുമ്മനം എന്ന ദേശത്തുള്ള ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ആത്മാക്കൾ ലോകത്ത് വെച്ചുകൊണ്ട് ഇതുപോലൊരു പരിചയം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ ചുരുക്കം. അവിടെ വെച്ചുകൊണ്ട് പരിചയപ്പെടാത്തതായ ആളുകളെ ഈ ദുനിയാവിൽ മഷിയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. വമാ തനാകറ മിൻഹാ യഖ്തലഫാ. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്തവർ, പരിചയമില്ലാത്ത ആളുകൾ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരിക്കലും കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വെച്ച് കണ്ടുമുട്ടുകയില്ല അവിടെ കണ്ടുമുട്ടാത്തവർ. അപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ട്, അത് ഉറപ്പിക്കാനാണ് ഞാൻ ഈ ഹദീസ് ഓതിയത്. റസൂലുള്ളാഹി പറഞ്ഞതാ. അപ്പൊ ഖുർആനും ഓതി ഹദീസ് ഓതി. വിശ്വസിച്ചേ പറ്റൂ, അവിശ്വസിച്ചാൽ കാഫിറാകും. അങ്ങനെ ഒരു ലോകത്തെ പറ്റി മോമിനീങ്ങൾ വിശ്വസിക്കണം. മോമിൻ എന്ന് പറഞ്ഞാൽ തന്നെ അദൃശ്യതയെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, അല്ലെ? അവരാണ് മോമിനീങ്ങൾ, അവരാണ് മുത്തഖീങ്ങൾ. വിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. മുത്തഖീങ്ങൾ ആരാണ്? യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ട് എന്നുള്ളത് ഖുർആനും ഹദീസും മുഖേന വ്യക്തമാക്കിയാൽ പിന്നെ നമ്മൾ അവിശ്വസിക്കണ്ട, വിശ്വസിച്ചേ പറ്റൂ. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത്, പക്ഷെ അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കഴിഞ്ഞുപോയി, ഇനിയുള്ളതല്ല, കഴിഞ്ഞുപോയ ലോകമാണത്.
ഒന്നാം ഘട്ട ജീവിതമായിരുന്നത്. അവിടെ വെച്ച് അള്ളാഹുവിനെ അംഗീകരിച്ച് സംതൃപ്തിപ്പെട്ട ആളുകളാണ് നമ്മൾ. അള്ളാഹു ഈ ബൃഹത്തായ രണ്ടാമത്തെ ലോകത്തേക്ക് നമ്മളെ അള്ളാഹു കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് രണ്ടാം ഘട്ടമാണ്. ഇതിന്റെ പേര് ആലമുദ്ദുന്യ, ഭൗതിക ലോകമാണ്. അവിടെ നമുക്ക് ആയുസ് ഒന്നാം ജീവിതഘട്ടത്തിൽ ആയുസ് 1000 കൊല്ലക്കണക്കിന് വർഷമാണ് നമ്മുടെ ആത്മാക്കൾ ജീവിച്ചത്. ഇവിടെ നമ്മുടെ ആയുസോ അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിന്റെ ആയുസ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, എന്റെ സമുദായത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. ഇവിടെ ആയുസ് എത്രയാ ഈ ദുന്യാവിൽ അഥവാ ഈ ലോകത്ത് ഈ രണ്ടാം ഘട്ട ജീവിതത്തിൽ ആയുസ് എത്രയുള്ളത്? 60ന്റെയും 70ന്റെയും ഇടയിൽ, വളരെ ചുരുങ്ങിയ ആയുസ്. ഒന്നാം ഘട്ടത്തിലോ 1000 കൊല്ലക്കണക്കിന് വർഷം ജീവിച്ചു. ഇവിടെ വളരെ കുറഞ്ഞ കാലഘട്ടം. ഇനിയിപ്പോ അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ. മൂന്നാം ഘട്ടം. മൊത്തം എത്ര ഘട്ടങ്ങളാണ്? 5 ഘട്ടങ്ങൾ. മൂന്നാമത്തെ ഘട്ടം, അടുത്ത ഘട്ടം. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അള്ളാഹു നാഫിയ ഇൽമ നൽകട്ടെ. വേറെ നമ്മൾ കളി, തമാശ, കോമഡി, പാട്ട് ഇതൊന്നുമില്ല. ഖുർആനും ഹദീസും ഓതിയിട്ട് കാര്യം പറയാൻ. കാരണം നിങ്ങൾക്ക് നല്ല വഅദ് കൊടുത്താൽ മതിയെന്നാണ് സംഘാടകരുടെ ഭാഷ. വേറെ ഉസ്താദ് ഒരു പിരിവും വേണ്ട, അവരുടെ ഭാഗത്ത് നിന്ന് ഒന്നും വേറൊന്നും ഉസ്താദ് നല്ല വഅദ് കൊടുക്കുക. എന്നാ പിന്നെ ആ കർത്തവ്യം അങ്ങ് നിർവഹിക്കുക. അത് തന്നെ. അവിടെ ശരിക്കും നിങ്ങൾ നല്ലതുപോലെ ഇരുന്നോ. നാഫിയ ഇൽമ അള്ളാഹു നൽകും. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. മൂന്നാമത്തെ ഘട്ടം ആലമുൽ ബർസഖാൻ, ഖബർ ജീവിതമാണ്. അടുത്ത ലോകം അതാണ്. ആലമുൽ ബർസഖാൻ, ഖബർ ജീവിതമാണ്. ഈ ഭൗതികമാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിന്റെയും നാലാം ഘട്ട ജീവിതത്തിന്റെയും ഇടയിലുള്ള ഒരു മറയുടെ ലോകമാണ്. ഈ ഭൂമിയുടെ ഉപരിതലത്തിലില്ല, ഭൂമിക്ക് അടിയിലേക്ക്, മണ്ണിനടിയിലോട്ട് പോവാ. അടുത്തൊരു ലോകമാണ്. ഇതിനടിയിൽ വേറൊരു ലോകമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ലോകത്തെ പറ്റി സഹാബത്തിനോട് പറയുകയാണ്, മാ റഅയ്തു മൻളറൻ ഖത്തോ ഇല്ലാ വൽ ഖബറു അഫളഅ മിൻഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്. ആരാണ് പറയുന്നത്? ചെറുപ്പക്കാരാ. ആരോടാണ് പറയുന്നത്? സഹാബത്തിനോടാണ് പറയുന്നത്. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്, ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. മാ റഅയ്തു മൻളറൻ ഖത്തോ ഇല്ലാ വൽ ഖബറു അഫളഅ മിൻഹു. സ്വർഗം കണ്ട പ്രവാചകരല്ലയോ? റജബ് 27 ഇസ്രാ മിഅ്റാജ് രാവിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രയാണം നടത്തിയപ്പോ നരകത്തിന്റെ തീജ്വാലകൾ റസൂലുള്ളാഹ് കണ്ടതല്ലയോ? ആ നരകത്തിലേതാകുന്ന വേദനകളും യാതനകളും ദൃഷ്ടിപടത്തിൽ കണ്ടതല്ലയോ? ജിബ്രീൽ അലൈഹിസ്സലാം വിവരിച്ചു കൊടുത്തതല്ലയോ? നരകം വ്യക്തമായി കണ്ടതാകുന്ന പ്രവാചകൻ തന്റെ ശറഫാക്കപ്പെട്ട നാവിലൂടെ സഹാബത്തിനോട് പഠിപ്പിക്കുകയാണ്, ഈ ലോകരെ ധരിപ്പിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്. നരകം കണ്ട പ്രവാചകനെ പറയുകയാണ്, എനിക്ക് ഏറ്റവും ഭീതിതമായി തോന്നിയിട്ടുള്ളത് അത് ഖബറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ ഖബറിലേക്കാണ് അടുത്ത യാത്രയെന്ന് ചിന്തിക്കണേ സോദര. അടുത്ത യാത്ര അതിലേക്കാണെന്ന് ചിന്തിക്കണേ സോദരി. അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏത് മനുഷ്യനെ കൊണ്ടുപോയി ഖബറടക്കിയാലും മൂന്നാം ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ലോകരോട് പറയുകയാണ്, ഫൈൻ തൻജു മിൻഹാ തൻജു മിൻനി അളീമതി വഇല്ലാ ഫഇന്നി ലാ യഖാലുക നാജിയാ. അല്ലയോ ഖബറിൽ കിടക്കുന്ന മനുഷ്യ, ഖബറിലേക്ക് പ്രവേശിക്കപ്പെട്ടതായ സോദര, ഈ ഖബറിന്റെ ഭീതിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഇതിന്റെ നരുക്കത്തിൽ നിന്ന്, ഇതിന്റെ അദാബുകളിൽ നിന്ന്, ഇതിന്റെ ഭീതിതമായ അന്തരീക്ഷങ്ങളിൽ നിന്ന്, ഇതിലെ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ
തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ കഫംമുടയിലേക്ക് ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് നന്മകൾ രേഖപ്പെടുത്താൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, മുങ്കർ നകീറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, തഞ്ചമിന്ദി അലീമതി, വർണ്ണമായ കാര്യങ്ങളെ തൊട്ട് ഇനി അങ്ങോട്ടുള്ള സർവ്വ കാര്യങ്ങളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ്. നിനക്ക് രക്ഷയാണ് മഹ്ശറ. നിനക്ക് വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നതാണ്. നിനക്ക് സിറാത്ത് പാലം കടക്കാൻ കഴിയുന്നതാണ്. നിനക്ക് സന്തോഷമാണ്. ഹൗദുൽ കൗസറിൽ നിന്ന് പാനം ചെയ്യാൻ സാധിക്കുന്നതാണ്. വഇല്ലാ ഫഇന്നി ലാ യഖാലുക നാജിയാ. ഈ ഖബറാകുന്ന ഏകാന്ത ജീവിതത്തിൽ നീ രക്ഷപ്പെട്ടിട്ടില്ലയോ, ഇതിൽ നിനക്ക് അദാബാണോ, ഇതിൽ നിനക്ക് ഇടങ്ങേറാണോ, ഇതിൽ നിനക്ക് ശിക്ഷയാണോ, ഇതിൽ നിനക്ക് ഇടുക്കമാണോ, ഇതിൽ നിനക്ക് അദാബാണോ, ഇതിൽ മുങ്കർ നകീറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നിനക്ക് സാധിക്കാതെ വന്നുപോയോ? റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമിനീര് വിരൽ മുക്കിക്കൊണ്ട് തിന്മകളാണ് നീ രേഖപ്പെടുത്തിയത് എങ്കിൽ, നഊദു ബില്ലാഹ് ഫഇന്നി ലാ യഖാലുക നാജിയാ. ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിൽ രക്ഷപ്പെട്ടവനാണെന്ന് പറയാൻ ഈ ഉസ്മാനിനെ കൊണ്ട് സാധിക്കൂല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓരോ ഖബറാളികളുടെ സവിധത്തിൽ ചെന്നുകൊണ്ട് പാടുകയാണ്. ബഹുമാനപ്പെട്ടവരെ ഖബർ കേൾക്കുമ്പോൾ കരയുകയാണ്, ഖബർ കാണുമ്പോൾ വാവിട്ട് നിലവിളിക്കുകയാണ്. മൂന്നാം ഖലീഫയായ ഉസ്മാനിനോട് കൂട്ടുകാരെ ചോദിക്കുകയാണ്, മായുബ്കീക യാ ഉസ്മാൻ, ഉസ്മാനേ എന്തിനാണ് കരയുന്നത് ഉസ്മാനേ? ഈ ഖബർ കേൾക്കുമ്പോൾ ഖബർ കാണുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്നത് എന്തിനാണ് ഉസ്മാൻ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ കുൻതു ഫിൽ മഹ്ശരി, എന്നെ കൊണ്ടുപോയി പടച്ചറപ്പ് വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറിയുടെ ലോകത്ത് കൊണ്ടുപോയി നിർത്തിയാൽ, കുൻതു മഅന്നാസ്, അവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, അവിടെ എന്നോടൊപ്പം ജീവിതത്തിൽ സുഹൃതം ചെയ്തവരുണ്ടാകും. ഈ ദുന്യാവിൽ നമസ്കരിച്ചവരുണ്ടാകും, ഈ ദുന്യാവിൽ നോമ്പ് പിടിച്ചവരുണ്ടാകും, ഈ ദുന്യാവിൽ സക്കാത്ത് കൊടുത്തവരുണ്ടാകും, ഈ ദുന്യാവിൽ ഹജ്ജ് ചെയ്തവരുണ്ടാകും, ഈ ദുന്യാവിൽ പാവങ്ങളുടെ കണ്ണീരെത്തിയവരുണ്ടാകും, ഈ ദുന്യാവിൽ നിരാലംബര കവലംബമായവരുണ്ടാകും, ഈ ദുന്യാവിൽ നിരാശരേക്ക് ആശ്രയത്വം കൊടുത്തവരുണ്ടാകും, അള്ളാന്റെ പള്ളിയെ സഹായിച്ചവരുണ്ടാകും, മദ്രസകളെ സഹായിച്ചവരുണ്ടാകും, പാവങ്ങളുടെ കണ്ണീരെത്തിയവരുണ്ടാകും. സ്ത്രീധനമെന്ന മഹാവിപത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന പാവപ്പെട്ട പെൺകുടികൾക്ക് മാന്യമായ ഭക്ഷണം നൽകുകയും അവർക്ക് സ്ത്രീധനം നൽകുകയും അവർക്ക് സൗകര്യപ്പെടുത്തുകയും നല്ല ഹൈറായ എണ്ണകളെ കൊടുക്കുകയും ചെയ്തതായ ചെറുപ്പക്കാരുണ്ടാകും, സഹോദരങ്ങളുണ്ടാകും. അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് നിർത്തുന്നതല്ലേ മഹ്ശറ. നല്ലവരായ ആളുകളുണ്ടാകും, തിന്മയുടെ ആളുകളുണ്ടാകും. എനിക്ക് മഹ്ശറയിൽ പേടിക്കേണ്ടതില്ല, കാരണം ഞാൻ മഹ്ശറയിൽ ഒറ്റയ്ക്കല്ല. വിചാരണയ്ക്ക് വേണ്ടി പടച്ചറപ്പ് എന്നെ കൊണ്ടുപോയി നിർത്തുന്നതായ ഘട്ടത്തിൽ മഹ്ശറയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. കുന്തു മഅന്നാസ്, മഹ്ശറയിൽ എന്റെ കൂടെ ജീവിതത്തിൽ സുഹൃതം ചെയ്തവരുണ്ട്, ജീവിതത്തിൽ തിന്മ ചെയ്ത ആളുകളുണ്ട്, എന്റെ കൂടെ ജനങ്ങളുണ്ട്. വഇദാ കുന്തു ഫിന്നാർ, പാവപ്പെട്ട ഉസ്മാനിന് അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി പ്രകാരം കത്തിച്ചലിക്കുന്ന നരക കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ, കുന്തു മഅന്നാസ്, അവിടെയും എന്റെ കൂടെ ജനങ്ങളുണ്ടാകും. ഈ ദുന്യാവിൽ കള്ളു കുടിച്ചവരുണ്ടാകും, ഈ ദുന്യാവിൽ സിഗരറ്റ് വലിച്ചവരുണ്ടാകും, ഈ ദുന്യാവിൽ വിചരിച്ചവരുണ്ടാകും, ഈ ദുന്യാവിൽ ലഹരി ഉപയോഗിച്ചവരുണ്ടാകും, ഈ ദുന്യാവിൽ കഞ്ചാവ് അടിച്ചവരുണ്ടാകും, ഈ ദുന്യാവിൽ കഞ്ചാവ് കൃഷി നടത്തിയതാകുന്ന ചെറുപ്പക്കാരുണ്ടാകും, ഈ ദുന്യാവിൽ മാതാപിതാക്കൾ അറിയാതെ അന്യരാകുന്ന സഹോദരിമാരുമായി ചങ്ങാത്തം നൽകി അവരുമായി രഹസ്യമായി വേഴ്ച നടത്തിയവരുണ്ടാകും. ഈ ദുന്യാവിൽ 40 കഴിഞ്ഞ സഹോദരിമാർ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമകനമായി രഹസ്യമായി വേഴ്ച നടത്തുന്നവരുണ്ടാകും. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണുമായി ചങ്ങാത്തം പുൽകിയതാകുന്ന ചെറുപ്പക്കാരുണ്ടാകും. കുന്തു മഅന്നാസ്, നരകത്തിലും എന്റെ കൂടെ ആളുകളുണ്ട്. മഹ്ശറയിൽ എന്റെ കൂടെ ജനങ്ങളുണ്ട്, നരകത്തിലും എന്റെ കൂടെ
ആളുകളുണ്ട്. വൈദാ കുന്തു ഫിൽ ഖബരി, എന്നാൽ 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് ഉസ്മാനെ കൊണ്ടുപോയി വെച്ചാൽ ലം യകുൻ മഈ അഹദ്, ഒരാൾ പോലും എന്റെ കൂടെ ഖബറിൽ തുണയുണ്ടാവില്ല. ഖബറിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഖബറിൽ ഞാൻ ഏകനാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത സുഹൃതമല്ലാതെ ഖബറിൽ എന്റെ കൂടെ ഒരാൾ പോലും തുണയുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഖബർ കേൾക്കുമ്പോൾ ഞാൻ കരയുന്നത്, ഖബർ കാണുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, സഹാബാ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഏറ്റവും മോശപ്പെട്ട സ്ഥലം എനിക്ക് തോന്നിയിട്ടുള്ളത് ഖബറാണ്. ആദരവായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് അടുത്ത ഘട്ടം, ആലമുൽ ബർസഖ്. 3ാമത്തെ ഘട്ടം അതാണ്. 1ാമത്തെ ഘട്ടം ഏത് ആത്മാക്കളുടെ ലോകം, ആലമുൽ അർവാഹ്. മെന്റൽ എപ്പോഴും വേണം, ഓർമ്മയിൽ വേണം, ഓർമ്മ പുതുക്കാണ്. 2ാമത്തത് ഇപ്പോൾ കഴിയുന്ന ലോകം ആലമുദ്ദുന്യാണ്. മൊത്തം 5 ഘട്ടങ്ങളാണ്. അടുത്ത ഘട്ടമാണ് പറഞ്ഞത് ഖബർ, ആലമുൽ ബർസഖാണ്. അത് ഭയങ്കര ലോകമാണ്. ഓരോ ലോകവും വ്യത്യസ്തമാണ്. അവിടെ എത്ര ആയുസ് പറയാനൊക്കൂല. 1ാമത്തെ ഘട്ടത്തിൽ ആയുസ് പറഞ്ഞു 1000 കൊല്ലക്കണക്കിന് വർഷം ജീവിച്ചതാണ് ആത്മാവ്. 2ാമത്തെ ഘട്ടം പറഞ്ഞു 60ന്റെയും 70ന്റെ ഇടയിൽ ഇവിടെ ആയുസുള്ളൂ. നമുക്ക് മുത്തനബിയുടെ സമുദായത്തിന്, മുൻകഴിഞ്ഞ സമുദായത്തിനൊക്കെ ഒരുപാട് ആയുസ് ഉണ്ടായിരുന്നു. 3000-4000 വർഷമൊക്കെ ഇവിടെ ജീവിച്ച മഹാരഥന്മാരുണ്ട്, മഹത്തുക്കളുണ്ട്. നമ്മുടെ ആയുസ് അമാറു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ ആയുസ് അത്രയേ ഉള്ളൂ, 60ന്റെ 70ന്റെ ഇടയിലാണ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പോകുന്നത് ഗിന്നസ് ബുക്കിൽ ആജിയാറെ പേര് വരാൻ വേണ്ടിയാണ്. അമ്മച്ചിക്ക് വയസ്സ് 100 അല്ലെങ്കിൽ 120 എന്ന് പറയാൻ വേണ്ടി മാത്രമായിട്ടാണ്. ഈ ഗിന്നസ് ബുക്കൊക്കെ നിലനിൽക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ആളുകളെ സെറ്റിച്ചിരിക്കുന്നത്. 100 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ആജിയാർ എടുത്തിട്ട് വരും. പല്ലൊന്നും ഇല്ലെങ്കിലും എഴുതിക്കൊണ്ട് പോകും, പേര്, ഊര് എല്ലാം എഴുതിക്കൊണ്ട് പോകും. അത് അതിനു വേണ്ടിയാണ്. ഇതിന് മുകളിലോട്ട് പോകുന്നവർ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് നിലകൊള്ളണം, നല്ലതുപോലെ ശുക്ർ ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. 50 വയസ്സുള്ളവരെന്ന് കൈയുയർത്തിക്ക് ഈ സദസ്സിൽ എത്ര പേരുണ്ട് നോക്കട്ടെ. പുരുഷന്മാരുടെ ഭാഗത്ത് 50 വയസ്സുള്ളവര് ആരും കൈയുയർത്തുന്നില്ല. എല്ലാവരും പെണ്ണുങ്ങളോട് പറഞ്ഞു വെക്കുന്നു 35 എന്നാ. കൈയുയർത്തിക്ക് 50 വയസ്സിന് മുകളിലുള്ളവർ. 1 2 3 4 കണ്ട ഇപ്പൊ ഇങ്ങനെ ഉയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. മതി, മാഷാ അല്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. ചില ആളുകൾ ഇപ്പോഴും എന്താ നല്ല ചുള്ളന്മാരെ പോലെ ഇരിക്കുക. കാരണം താടിയൊക്കെ ഡൈ ചെയ്തിട്ട് 25 പറഞ്ഞാണ് നിൽക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാലിഹീങ്ങൾ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. ആ ബക്കറ്റൊന്നും കൊണ്ടുവന്നോളൂ ഇൻഷാ അല്ലാഹ്. എല്ലാവരും അതം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റാഹത്തായിട്ടിരുന്ന് വാത് കേൾക്കാമല്ലോ. അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിൽ, വേറെ ഒരു പിരിവില്ല. നമുക്കിതിന്റെ ചെലവിലേക്ക് വേണ്ടുന്ന ഒരു സ്വതക്ക ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല കാര്യമായി നൽകി അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല കാര്യമായി സ്വതക്ക കൊടുക്കുക. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ആമീനില്ലേ ഈ നാട്ടിൽ? ഉറക്കം പറയും അല്ലാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങളെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുപത്തുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഞങ്ങൾ ഈ നൽകുന്ന സ്വതക്ക കാരണമായി മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. അസ്സദഖത്തു റദ്ദുൽ ബലാ, സ്വതക്ക കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ബലാ മുസീബത്തുകളെ തടുക്കാൻ വേണ്ടിയാണ്. മാരകമാകുന്ന ക്യാൻസർ വരുമ്പോ നീ കൊടുക്കുന്നതിനല്ല സ്വതക്ക എന്ന് പറയുന്നത്. സ്വതക്ക കൊടുക്കേണ്ടത് ബലാ മുസീബത്തുകളെ തടുക്കാൻ വേണ്ടിയുള്ളതാണ്. എന്റെ കുടുംബത്തിൽ എനിക്ക്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ മാതാപിതാക്കൾക്ക്, മക്കൾക്ക് മാരകമാകുന്ന ക്യാൻസർ പോലെയുള്ള രോഗം, കിഡ്നി തകരാറിലാകുന്ന രോഗം, മാനസികമാകുന്ന പ്രയാസപ്പെടുത്തുന്ന രോഗം, യൂട്രസിൽ മുഴ വരുന്നതാകിയ രോഗം, അത്തരത്തിലുള്ള മാറാവ്യാധികളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. മക്കളെ സാലിഹീങ്ങൾ ചേർക്കണേ റബ്ബേ, ആബിദീങ്ങൾ ചേർക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ കബൂലാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും നല്ല സ്വതക്ക കൊടുക്കുക, ഒരാൾ പോലും ഒഴിയരുത് ഇൻഷാ അല്ലാഹ്. നല്ല സ്വതക്ക അല്ലാഹു കബൂലാക്കട്ടെ. ബക്കറ്റ് കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ കൂടെ പോകണം, അല്ലാതെ ഇങ്ങനെ വലിയ ആൾക്കാരുടെ മുന്നിൽ കൂടെ മാത്രമല്ല, എല്ലാ പാവങ്ങളുടെ മുന്നിൽ കൂടെ എല്ലാവരും അവരവരെ കഴിയുന്നത് എടുട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
അപ്പൊ നല്ലതുപോലെ മനസ്സിലായിക്കോ, ആലമുൽ ബർസഖാണ് മൂന്നാമത്തെ ഘട്ടം. അതാണ് ആലമുൽ ബർസഖ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ ആലമുൽ ഹശ്ർ, നാലാമത്തെ ഘട്ടം. അതാണ് മഹ്ശറ. മഹ്ശറയാണ് നാലാം ഘട്ടം. നാലാം ഘട്ടം ഏതാണ്? മഹ്ശറയാണ്. മഹ്ശറയെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ, എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. മഹ്ശറ 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ് മഹ്ശറയെന്ന് ഹബീബായ റസൂലുള്ളാഹി. സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവരും. എന്തിനേറെ പറയുന്നു, 3000 വർഷം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകത്തെ അള്ളാഹു മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ് മഹ്ശറയെന്ന് ഹബീബായ റസൂലുള്ളാഹി. സൂര്യനെ തലയ്ക്ക് മീതെ, നരകത്തെ കൺമുന്നിൽ, എന്നിട്ടാ വിചാരണ തുടങ്ങുക. വിചാരണ അങ്ങനെയാണ് തുടങ്ങുക. മഹ്ശറയിൽ വിചാരണ തുടങ്ങണമെങ്കിൽ എല്ലാ അംബിയാ മുർസലീങ്ങളും അതത് സമുദായക്കാരുമായി മഹ്ശറയിൽ എത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖേന പറഞ്ഞു വിടുന്ന, ജിബ്രീലിനോട് പറയും, പോയിട്ട് മാലിക് അലൈഹി ഇസ്ലാമിനെ വിളിക്കുക. ആരാ മാലിക് അലൈഹി ഇസ്ലാം? നരകത്തെ കാക്കുന്ന മലക്ക്. മലക്കിനോട് പറയും നരകവുമായിട്ട് വരാൻ പറയും. നരകവും കൂടി എത്തിയിട്ടേ വിചാരണ തുടങ്ങുള്ളൂ. അപ്പൊ ചൂടെത്രയാ? സൂര്യൻ തലയ്ക്ക് മീതെ നിൽക്കുക. നരകമെന്ന് പറഞ്ഞാൽ എന്താ? സുബ്ഹാനല്ലാഹ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉഖിദന്നാറു അൽഫസനാ ഹത്താ ഹമറത് ثم أوقد ألف سنة حتى بيضت ثم أوقد ألف سنة حتى سودت وهي سوداء مظلمة. നല്ലതുപോലെ പഠിച്ചു വെക്ക്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ 2 വിറക് ചേർത്ത് വെച്ചിട്ട് കത്തിക്കുന്ന പരിപാടിയല്ല നരകം. നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആയിട്ട് കരുതരുത്. നമ്മൾ നന്നാവണമെങ്കിൽ എന്താ നരകം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നന്നാവൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉഖിദന്നാറു അൽഫസനാ ഹത്താ ഹമറത്. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചുവത്രേ. 1000 കൊല്ലമാണ് നിരന്തരമായി കത്തിക്കുന്നത്. ഹത്താ ഹമറത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നുപോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്ക സ്വലാത്തിൽ ഹബീബായ റസൂലുള്ളാഹി. നിങ്ങൾ ആണുങ്ങളാകുമ്പോൾ നല്ല ഉറക്ക ചെല്ലണ്ടേ, എനർജി വേണ്ടേ? ആരും ഒന്നും കഴിച്ചില്ലേ? കുഴിമന്തിയൊക്കെ കഴിച്ചിട്ടിരിക്കുമല്ലേ? ഉറക്കം പറയും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കണ്ടേ? കഴിക്കണോ വേണ്ടയോ? വേണ്ടേ? എന്തിനാ? സ്വർഗത്തിലെ ആദ്യത്തെ ഫുഡ് എന്താണ്? സ്വർഗത്തിലെ ആദ്യത്തെ ഫുഡ് നല്ല മീന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരുമെന്നാ സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ മീൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ട, വല്ല കോഴിയോ മട്ടനോ ചിക്കനോ ഒക്കെ ആണെങ്കിൽ നോക്കാൻ ഉസ്താദേ. മീൻ വേണ്ട ഉസ്താദേ. അതിനിത് സ്വർഗമാ. നീ മനസ്സിലാക്കിയല്ലോ, ദുന്യാവിൽ നീ കണ്ട മീനൊന്നുമല്ല. നിനക്ക് മീൻ ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു നാറ്റം ഉണ്ടാവും. ആ മീനല്ല ഇത്. ഏറ്റവും മനോഹരമായ സ്വർഗം, ആ സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ ഫുഡാണ്. മീന്റെ കരള് റോസ്റ്റ് ചെയ്ത് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മാ അവ്വലുമായ യഅ്കുലു അഹ്ലുൽ ജന്ന. സ്വഹാബത്തൊരിക്കൽ നബിയോട് ചോദിച്ചു. നബി തങ്ങൾ കൊടുത്ത മറുപടി കബുദുൽ ഹൂതി, വലിയൊരു മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗമാണെന്ന് മനസ്സിലായിക്കണോ? സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബുറു തന്ന പിന്നെയും.
സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബുറു തന്നെ പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയേക്കാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് എന്റെ ഉമ്മാടെ വാപ്പയാണ്. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. സ്വർഗീയ വിരിപ്പ് അള്ളാഹു ഖബറിൽ വിരിച്ചു നൽകട്ടെ. ആ സ്വർഗത്തിലെ ആദ്യത്തെ ഫുഡാണ് എന്ത്? നല്ല കരള് റോസ്റ്റ് ചെയ്ത് തരും. കഴിക്കണ്ടേ? വേണോ വേണ്ടേ? പിന്നെ നല്ല എനർജി ആയിട്ടിരിക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൽമിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ പൂങ്കാവനെന്നാ. ഇവിടെ നേരെ മരിച്ചു കഴിഞ്ഞാൽ തന്നെ നേരെ സ്വർഗത്തിലോട്ടാ. ഈ സദസ്സിൽ വെച്ച് മരിച്ച ഇൽമിന്റെ സദസ്സിൽ ഒരാൾ മരിച്ചാൽ നേരെ സ്വർഗാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് അള്ളാഹു അത്തരത്തിൽ നല്ല സദസ്സിൽ നല്ല രീതിയിൽ നല്ല തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ടുകൊണ്ട് മരണം വരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ആഖിബത്ത് നന്നാകണം. അതിനാണ് ഈ വാഴൊക്കെ അന്ത്യം വിജയിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചോ, നരകം എന്താണ്? നരകം എന്താണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉഖിദൻ നാറു അൽഫ സന ഹത്ത ഹമറത് ثم ഉഖിദ അൽഫ സന ഹത്ത ബിയല്ലത് ثم ഉഖിദ അൽഫ സന ഹത്ത സുവഹിയ സൗദാഉൻ മളിമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 1000 കൊല്ലമാണ് സാബ, 1000 വർഷമാണ് സാബ നരകത്തെ അല്ലാഹു കത്തിച്ചത്. ആ നരകത്തിന്റെ നിറം 1000 വർഷം കഴിഞ്ഞപ്പോ വല്ലാതെ ചുവന്നു പോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചുവന്നു തൊടുത്തു. 1000 വർഷം. നമ്മളെ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു ഹാജിയാരെ സങ്കല്പിക്കുക. ആ ഹാജിയാരുടെ മകളുടെ കല്യാണം. എത്ര നേരം അടുപ്പ് കത്തിക്കും? നാട്ടുകാരെ മുഴുവൻ വിളിച്ച് വരുന്നു വീട്ടാണ്. അണ്ടിപ്പരണ്ടയിലുള്ള ആളുകളെയും നെന്മാറയിലും എല്ലാ ആൾക്കാരെയൊക്കെ വിളിച്ച് ഭയങ്കര സൽക്കാരാണ്. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഭയങ്കര പ്രമാണിമാരൊക്കെ വരിക, പാവങ്ങളും ഉണ്ട്, എല്ലാവരെയും കൂട്ടുക. ആ സൽക്കാരത്തിന് എത്ര നേരം അടുപ്പ് കത്തിക്കുക? കൂടിയെന്നാ 1-2 ദിവസം, അല്ലെങ്കിൽ ഒരു രാത്രിയിൽ കഴിഞ്ഞു. അത് തന്നെ 10-15 വിറക് മാത്രമേ ഉള്ളൂ, വിറക് കൊള്ളികളാണ്. ഇതൊന്നും അല്ല. ഇത് 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി മുഖേന പഠിപ്പിക്കുന്നു, അതിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുത്തുപോയി നരകം. മറ്റൊരു ഹദീസിൽ കാണാം, വലൗ ജമിഅ ഹതബു ദുനിയാ കുല്ലഹാ ലകാനൽ ജസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലൗ ജമിഅ ഹതബു ദുനിയാ കുല്ലഹാ, ഈ ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സർവസസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് വെട്ടി നുറുക്കി വിറകാക്കി കൊണ്ടുവന്ന് അതിട്ട് കത്തിച്ചു കഴിഞ്ഞാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ, നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് സാബ, ചെറുതാണ് സാബ. ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ട് എന്ന് കത്തിച്ചാലും ചിന്തിക്കേണ്ട ഭാഗമാണ്, ചിന്തിക്കേണ്ട ഭാഗമാണ്. അണ്ടിപ്പരണ്ടയിലുള്ളതാകുന്ന വൃക്ഷലതാദികൾ മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, തൊട്ടു ചേർന്ന് നിൽക്കുന്ന തമിഴ്നാട്ടിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ മുഴുവൻ വൃക്ഷലതാദികൾ
കാടുകൾ മാത്രമല്ല, ആമസോൺ കാടുകൾ ഉൾപ്പെടെയുള്ള ലോകത്തുള്ള സരോവരശരതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ലക്കാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ, നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് സാബ, അത് ചെറുതാണ് സാബ. ഒന്ന് ചിന്തിക്കണേ, ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവരെ, ഈ ദുനിയാവിൽ സിഗരറ്റ് വലിച്ച് നടക്കുന്നവരെ, ഈ ദുനിയാവിൽ മോശമായ രീതിയിൽ ഗർഭം നടത്താൻ വേണ്ടി നിലകൊള്ളുന്നതായ ചെറുപ്പക്കാരെ, ആ മാതാവിനെ പോലും പീഡിപ്പിക്കാൻ ഒരുങ്ങുന്നതായ ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, കള്ളിൻ്റെതാകുന്ന ലക്കം ലകാരമില്ലാതെ കള്ളിന്റെ മതോന്നതയിൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിയെ പോലും പീഡിപ്പിക്കാൻ തയ്യാറാകുന്ന യുവസമൂഹമേ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നരകം ചെറുതല്ല, ചെറുതല്ല. 1000 കൊല്ലം നിരന്തരമായി നരകത്തെ അല്ലാഹു കത്തിച്ചപ്പോ ആ നരകത്തിന്റെ നിറം ചുവപ്പ് നിറമായത്രേ. അല്ലാഹു വീണ്ടും മലക്കുകളോട് പറയുകയാണ്, വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ കത്തിക്കുകയാണ്. 1000 വർഷമാണ്, 1000 വർഷമാണ്, വർഷമാണ്. 2000 വർഷം നിരന്തരമായി നരകത്തെ അങ്ങ് കത്തിച്ചപ്പോ ഹത്തബിയല്ലത്ത് നരകത്തിന്റെ നിറം തന്നെ മാറുകയാണ്. ചുവന്നത് കൊടുത്ത നരകം വെളുപ്പായി മാറിയത്രേ. വല്ലാത്ത ചൂടാണ് സാബ, അതികഠിനമായ ചൂടാണ് സാബ. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കൽ നിർത്തുന്നില്ല. മലക്കുകളോട് വീണ്ടും പറയുകയാണ്, മലക്കുകളെ, മലക്കുകളെ, നരകത്തെ വീണ്ടും കത്തിക്കണേ. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കുകയാ. സുബ്ഹാനല്ലാഹ്. 3000 വർഷം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കത്തിക്കാൻ തുടങ്ങിയിട്ട് പിന്നീട് അടച്ചിട്ടില്ല സാബ. 3000 കൊല്ലം രാവും പകലും നിരന്തരമായി എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. അവസാനം 3000 വർഷങ്ങൾ കഴിഞ്ഞപ്പോ ചൂടിന്റെ കാരണത്താൽ അതിന്റെ നിറം വല്ലാതെ കറുകറുത്തു പോയി സാബ. 1000 കൊല്ലം കത്തിച്ചിട്ട് ചുവന്നു തൊടുത്ത നരകം, വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചിട്ട് വെളുത്തു തൊടുത്ത നരകം, വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് വല്ലാതെ കറുപ്പിലാക്കി കളഞ്ഞു സാബ. ആര് കണ്ടാലും പേടിക്കുന്ന, ആര് കണ്ടാലും ഭയപ്പെടുന്ന കോലമാണ് നരകത്തിനെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സഹാബ, സഹാബ, അതുകൊണ്ടാണ് നരകത്തെ തൊട്ട് കാവൽ തേടാൻ മുസ്ലിമീങ്ങളോട് അല്ലാഹു പഠിപ്പിക്കുന്നത്. രാവിലെ എഴുന്നേറ്റാലുടനെ അവൻ ചൊല്ലുകയാണ്, ചൊല്ലുകയാണ്, വല്ലദീന യഖൂലൂൻ, വല്ലദീന യഖൂലൂൻ റബ്ബന അസ്രിഫ് അന്നാ عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. രാവിലെ പ്രഭാതത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മുസ്ലിമായ മനുഷ്യന്റെ നാവിൽ വരേണ്ടതായ ആയത്തുകളാണ്. ഇബാദുർ റഹ്മാനിന്റെ ലക്ഷ്യങ്ങൾ ഖുർആൻ പഠിപ്പിക്കുകയാ. റഹ്മാനായ റബ്ബിന്റെ അടിമകളായ ദാസന്മാർ അവർ ഓതുകയാണ്, ഓതുകയാണ്. റബ്ബന സ്വരിഫ, വീട്ടിൽ നമസ്കരിക്കാതിരിക്കരുത്. ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ ശ്മശാനമാക്കരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റസൂലുള്ള വീട്ടിലാണ് സുന്നത്ത് നമസ്കരിച്ചു, ഫർള് പള്ളിയിൽ പോകും. അപ്പൊ നമ്മൾ വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കണം, വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കാതിരിക്കണ്ട. വീടുകൾ ബർക്കത്തുള്ളതാകട്ടെ, ഐശ്വര്യമുള്ളതാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്ത്രീകൾ നിസ്കരിക്കുന്നുണ്ട്, അതിന് പുറമെ പുരുഷന്മാര് സുന്നത്ത് നമസ്കാരം വീട്ടിൽ വേണം. ദുഹാ നമസ്കരിക്കാം, നമുക്ക് തഹജ്ജുദ് നമസ്കരിക്കാം. ഇനി പള്ളിയിൽ പോയി സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് തെറ്റല്ല ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ സുന്നത്താണ് അതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ വീട്ടിൽ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നു. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്, അല്ലേ? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഭയങ്കര ശ്രേഷ്ഠതയാണ്. 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. സാധാരണ രീതി നമ്മൾ നിയ്യത്ത് ചെയ്ത് കൈയ്യട്ടുന്നു. ഈ സുബഹിയുടെ സുന്നത്ത് ആരെങ്കിലും ചിലപ്പോൾ സുബഹി പോലും ഇല്ലാത്ത അവർക്കേത് ഗുണം ചെയ്യും.
ഇങ്ങനെ വേണം നിസ്കരിക്കാൻ. അപ്പൊ 4 സൂറത്തുകൾ വരും. وإلى ربك فارغب. ഇത് ഓതിയിട്ട് അതിനോടൊപ്പം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദുൻ മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു. ഈ 2 സൂറത്ത് ഓതണം. അലം നശ്റഹ് സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയിട്ട് നേരെ റുക്കൂ ചെയ്തു, സുജൂദ് ചെയ്തു, എഴുന്നേറ്റ് വരുന്നു, ഫാത്തിഹ ഓതുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഈ 2 സൂറത്തോടി. അപ്പൊ ആ 2 റക്അത്തും കഴിഞ്ഞു, റാഹത്തായി. അങ്ങനെ നിസ്കരിച്ച് സലാം വീട്ടിയാൽ റസൂലുള്ളാഹി പറയാ قال رسول الله صلى الله عليه وسلم من صلى سنتي الصبح بألم ألم لم يجده في ذلك اليوم علم صدق رسول الله. ആരെങ്കിലും സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ആ മനോഹരമായ രീതിയിൽ അലം നശ്റഹ് സൂറത്ത് ഓതിക്കൊണ്ടും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിക്കൊണ്ടും രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ എന്ന സൂറത്തും ഖുൽ ഹുവല്ലാഹു അഹദും കൊണ്ട് നമസ്കരിച്ചാൽ അലം അലം എന്ന് തുടങ്ങുന്ന സൂക്തം കൊണ്ട് സുബഹിയുടെ സുന്നത്ത് നമസ്കാരമാര് നിർവഹിച്ചു. ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസം ഒരു മനോവശവും ഉണ്ടാവുകയില്ല. ഒരു വേദനാജനകമായ ബുദ്ധിമുട്ട് ഉണ്ടാവൂല, ഒരു വേദന അവന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. അന്നത്തെ ദിവസം മുഴുവൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും ടെൻഷനില്ലേ ആദി അല്ലേ? എന്താവും ആശങ്ക. നീ ഒരു ആശങ്കപ്പെടണ്ട, നീ ടെൻഷൻ അടിക്കണ്ട. നിന്റെ എല്ലാ ടെൻഷനും മാറും, എല്ലാ വേദനകളും ബുദ്ധിമുട്ടും മാറും. സുബൈക്കും പള്ളി 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഈ പറഞ്ഞ സൂക്തം ഓതി നിസ്കരിച്ചാൽ മതി. അറിയില്ലല്ലോ ഉസ്താദ്, അതിനെ പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് വേറെ വഴിയൊന്നുമില്ല, പഠിക്കല് തന്നെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലോകത്തുള്ള എല്ലാ ആളുകളുടെയും രാഷ്ട്രീയ പ്രമുഖരുടെയും സിനിമാ നടന്മാരുടെയും സിനിമാ നടിമാരുടെയും തമ്പുരാക്കന്മാരുടെയൊക്കെ പേരുകൾ പഠിച്ച നമുക്കെന്തേ, നമുക്കിത് പഠിച്ചാലെന്താ? ഈ 2 സൂക്തങ്ങൾ പഠിച്ചാലെന്താ? സുഖമായിട്ട് പഠിക്കാൻ പറ്റും. നമ്മളെപ്പോഴും ഇന്നായത്തിനെയും കുൽഹുവല്ലായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ച് അടിക്കുക. എല്ലാ നിസ്കാരത്തിലും കുൽഹുവല്ലാഹു അദല്ലാഹു സമദ് ഇത് തന്നെ അടി. അടുത്ത റക്അത്തിൽ വരുമ്പോൾ വീണ്ടും തന്നെ. അത് ഓതണ്ടെന്നല്ല, നല്ല സൂറത്താൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല സൂറത്താൻ. അത് ഓതി നിലകൊണ്ട സ്വഹാബത്തിനെ തന്നെ റസൂലുള്ളാഹി പ്രശംസിച്ചിട്ടുണ്ട്. അള്ളാഹു നല്ല നിയ്യത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായിരുന്നാലും ഈ 4 സൂക്തങ്ങൾ ഓതിയിട്ട് നമസ്കരിക്കണം സുബഹിയുടെ സുന്നത്ത്. അങ്ങനെ നിസ്കരിച്ചാൽ, എന്തിനാ അത് പറയുന്നത്? നിസ്കാരം കഴിഞ്ഞാൽ തഹജ്ജുദ് നമസ്കരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലതുവശം ചെരിഞ്ഞൊരു കടത്തം പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സുന്നത്തായ കടത്താൻ വലതുവശം ചെരിഞ്ഞ്, പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വലതുവശം ചെരിഞ്ഞിട്ട് വലത് കവിളത്തടത്തിലേക്ക് അവന്റെ വലത് കൈയുടെ കവിളത്തട ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ചെറിയൊരു കടത്തം. കടന്നുറങ്ങി കുറുക്കം വലിച്ച് 7 മണിക്ക് എഴുന്നേക്കാനല്ല, ഒരു സെക്കൻഡ് കടക്കുക. അവിടെ ഇങ്ങനെ കടക്കുക. എന്തിനാ കടത്തം? ഒരു ദുആ ചെയ്യാനാണ്. ഒരു ദുആ 3 വട്ടം ചെയ്യണം. ഏതാ ദുആ? ആ ദുആ നരകവുമായി ബന്ധപ്പെട്ടതാണ്, നരകത്തെ കാവല് തേടാനാണ്. അതിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. അതിനിടയിൽ സുന്നത്തുസ്കാരം പറഞ്ഞതുള്ളൂ. അമലിന് എന്തെങ്കിലും വേണോ? സുബഹി നമസ്കാരത്തിന്റെ സുന്നത്തിന് ശേഷം വലതുവശം ചെരിഞ്ഞുള്ള കടത്തമാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. തഹജ്ജുദ് നമസ്കരിച്ചവർക്കും ചെയ്യാം, അത് നമസ്കരിക്കാത്തവർക്കും ചെയ്യാം. 2 രീതിയിൽ അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ബിഹഖ് ജിബ്രീല വമീകായില വഇസ്റാഫീല وعزرائيل وبمحمد صلى الله عليه وسلم اللهم أجرني من النار اللهم أجرني من النار. അല്ലാഹുവേ ജിബ്രീലിന്റെ ബറക്കത്ത് കൊണ്ട്
മീകായിലിന്റെ ബറക്കത്ത് കൊണ്ട്, ഇസ്രാഫീലിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്റായീലിന്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ. അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ. ഇത് 3 വട്ടം ദുആ ഇരക്കണം. എവിടെ? രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ വന്ന് ദുആയിരുന്നതാ, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, നരകത്തെ തൊട്ട് കാക്കണേന്ന്. എന്നിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട്, സുബൈയുടെ സുന്നത്ത് നിസ്കരിച്ച് കടന്ന് വീണ്ടും ദുആരക്കുന്നു, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ആരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്? മുത്തുനബിയുടെ, ജിബ്രീലിന്റെ, അസ്റായീലിന്റെ, മീകായിലിന്റെ, ഇസ്രാഫീലിന്റെ എല്ലാവരും ഉണ്ട്. മനസ്സിലാക്കണേ, ഇത് ഈ ദുആ അവിടെ ചെയ്യൽ സുന്നത്താണ്. അവിടെ ഈ നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം. എന്തുകൊണ്ട്? നരകം അത്രമേൽ പ്രധാനമായ സംഗതിയാണ്, നരകത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. തീർന്നില്ല. സുബൈ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി സുബൈയുടെ ഫർള് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞാലുടനെ അവിടെ ഇരുന്ന് ചൊല്ലണേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 പ്രാവശ്യം. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് വീണ്ടും അവൻ ചോദിക്കുന്നു 7 പ്രാവശ്യം, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. സുബൈ നമസ്കാരം കഴിഞ്ഞ വലത്തോട്ട് ഇടത്തോട്ട് തിരിയാതെ, ശരീരമനക്കാതെ ഇരുന്ന ഇരുത്തത്തല്ല, തഹിയ്യാത്തിന്റെ അതേ രൂപത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് ആരെങ്കിലും ഈ വിക്ർ ചൊല്ലിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമേ. വഇൻ കാനത് മിസ്ല സബദിൽ ബഹരി, സമുദ്രത്തിലെ പതകൾക്ക് സമാനമായിട്ടാണ് പാപമെങ്കിലെങ്കിലും അത് പുറത്തു കൊടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്ര വലിയ പാപം ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും. ഇത് 10 വട്ടം ചൊല്ലിയാൽ മതി. ഇതൊക്കെ ഞാൻ പറയുന്നത് അമലിന, അതിന്റെ കൂട്ടത്തിൽ ചെല്ലേണ്ടതാണിത്, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ 7 പ്രാവശ്യം. അപ്പൊ അവിടെയും നരകത്തെ തൊട്ടുള്ള കാവല് തേട്ടം. രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ, ഇനിയുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. കാരണം ഫർള് നിസ്കാരത്തിന്റെ അവസാനത്തിൽ അത്തഹിയ്യാത്ത് ഓതും. അത്തഹിയ്യാത്തിന്റെ അവസാനത്തെ തഹിയ്യാത്തിൽ നിങ്ങൾ വിരമിക്കുമ്പോൾ സലാമിന് മുമ്പായിട്ട് 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേരണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെയും നരകമുണ്ട്. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, 4 കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ കാവൽ തേടാതെ അത്തഹിയ്യാത്തിൽ നിന്ന് വിരമിക്കരുത്, അവസാനത്തെ അത്തഹിയ്യാത്തിൽ നിന്ന് വിരമിക്കരുത്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പ്രാർത്ഥനയാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ജീവിതത്തെ തൊട്ട്, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ. വമിൻ അദാബിൻ നാർ, കത്തിച്ചൊരിക്കുന്ന നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള സർവ്വ ഫിത്നകളെ തൊട്ടും, മരിക്കുന്ന സമയത്തുള്ള സർവ്വ ഫിത്നകളെ തൊട്ട്, മരണാസന്ന വേളയിലുള്ള സർവ്വ ഫിത്നകളെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ. വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് എന്നെ നീ കാക്കണേ റബ്ബേ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഇത് പറയാതെ മുഅ്മിനേ മുഅ്മിനത്തെ നിന്റെ അവസാനത്തെ തഹിയ്യാത്തിൽ നിന്ന് സലാം വീട്ടരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ടമായ അമലേതാണെന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി അസ്സലാത്തു
സ്വലാത്തി ലിവഖ്തിഹാ, നമസ്കാര സമയത്ത് നിർവഹിക്കലാണ്. ആ നമസ്കാരത്തിന്റെ അവസാനം വീട്ടുന്നതിന് മുമ്പായി, സലാം വീട്ടുന്നതിന് മുമ്പായി 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ എന്ന് പറഞ്ഞതിൽ നരകമുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കണേ. അവിടെയാണ് വിഷയം. നരകമുണ്ട്. നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ട് അവിടെ ഉണ്ട്. ചുരുക്കത്തിൽ നരകം അത്രമേൽ പ്രധാനമാണ്. അതുകൊണ്ടാണത്. മഹ്ശറയിൽ ഈ നരകം വരാതെ മഹ്ശറ പൂർണ്ണമാകൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 4ാമത്തെ ഘട്ടം മഹ്ശറയിലേക്ക് ഈ നരകം വരണം. നരകം വന്നാലേ ഉള്ളൂ മഹ്ശറയിലെ വിചാരണ തുടങ്ങുള്ളൂ. വിചാരണ തുടങ്ങണമെങ്കിൽ നരകത്തണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട ജിബ്രീലിനോട് അല്ലാഹു പറയുകയാണ്, ജിബ്രീലേ നീ പോകണേ നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക്കിനോട് നരകവുമായി വരാൻ പറയണേ. നീ പോയി മാലിക് അലൈഹി ഇസ്ലാമിനോട് പറ, യാ അല്ലാഹ് കൊണ്ടുവാ, നരകവും കൊണ്ടുവാ, നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി പറ. കാരണം എന്തുകൊണ്ട്? ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, ഏകദേശം എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്, എല്ലാവരും ഹാജറായിട്ടുണ്ട്. ഇനി ആര് വരണം? നരകം കൂടി വരണം. എന്നാലേ വിചാരണ തുടങ്ങുള്ളൂ. മഹ്ശറ തുടങ്ങണമെങ്കിൽ, പരിപാടി തുടങ്ങണമെങ്കിൽ, യോഗം തുടങ്ങണമെങ്കിൽ നരകം കൂടി എത്തണം. എല്ലാ അമ്പിയാ മുർസലീങ്ങളും എത്തി, എല്ലാ പ്രവാചകന്മാരും എത്തി, എല്ലാ ഔലിയാക്കളും എത്തി, എല്ലാ മശായിഖന്മാരും എത്തി, എല്ലാ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. നരകം വരണം. അങ്ങനെ മാലിക് അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ജിബ്രീൽ പോകുമെന്ന ഹദീസ് സൂറത്ത് പഠിപ്പിച്ചതാണ്. ഇതൊക്കെ നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്, വരുന്ന ഘട്ടങ്ങളാണ്. ഇതൊക്കെ 4ാമത്തെ ഘട്ടമാണ്. പഠിച്ചിരിക്കണം മോമിൻ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാലിക് അലൈഹിസ്സലാമിന്റെ ചാരത്തേക്ക് ജിബ്രീൽ ചെല്ലുകയാണ്. ജിബ്രീൽ ചോദിക്കുകയാണ്, ജിബ്രീൽ പറയുകയാണ്, യാ മാലികോ ഖദ് അമറ റബ്ബുക അൻ തഹ്ദുറ ബിജഹന്നമ. അല്ലയോ മാലികേ നരകവുമായി വരാൻ അല്ലാഹു നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാ കൊണ്ടുവാ എന്ന് പറയും. മാലിക് അലൈഹി ഇസ്ലാം ഉടനെ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, അയ്യോ യൗമിൻ ഹാദാ, ഇതേത് ദിവസമാണ് ജിബ്രീലേ? ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുകയാണ്, ഹാദാ യൗമുൽ ഖിയാമ യൗമുൽ ഹസറതി വന്നദാമ. ഇത് ദുഃഖത്തിന്റെ നാളാണ്, ഇത് വിരഹത്തിന്റെ നാളാണ്. ഈ ദുനിയാവിൽ അമൽ ചെയ്യാതെ നടന്ന ആളുകൾ കരയുന്നതായ ദിനമാ. മാലിക് യൗമിദ്ദീൻ, ഇത് പ്രതിഫല ദിവസമാണ്. ഇന്നാണ് മനുഷ്യൻ ചെയ്തതാകുന്ന നന്മ തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുലനം ചെയ്യുന്നത്. ഒരു കൂട്ടം ആളുകളെ സ്വർഗത്തിലേക്കും ഒരു കൂട്ടം ആളുകളെ നരകത്തിലേക്കും പറയുന്നേക്കുന്ന ദിനമാണ്. മാലിക് അലൈഹിസ്സലാം ഉടനെ വീണ്ടും ചോദിക്കുന്നത്, എല്ലാവരും വന്നിട്ടുണ്ടോ? എല്ലാ സൃഷ്ടികളും എത്തിയിട്ടുണ്ടോ? അഹ്ലറല്ലാഹുൽ ഖലായിക കുല്ലിഹിം. ജിബ്രീലേ, എല്ലാ സൃഷ്ടികളെയും അല്ലാഹു ഹാജരാക്കിയിട്ടുണ്ടോ? കാരണം ഞാൻ നരകവുമായി വരണമെങ്കിൽ എല്ലാവരും എത്തണമെന്നാണ് അല്ലാഹു ആജ്ഞാപിച്ചിട്ടുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നഅം വഹും വാഖിഫൂൻ. ഉണ്ട്, എല്ലാരും വന്നിട്ടുണ്ട്, ഇനി നീ വന്നാ മതി, വാ കൊണ്ടുവാ, നരകത്തെ കൊണ്ടുവാ. മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുകയാണ്. ചിന്തിക്കണേ, നരകത്തെ കാക്കാൻ വേണ്ടി അള്ളാഹു ഒരു മലക്കിനെ സൃഷ്ടിച്ചിരിക്കുക. സ്വർഗത്തെ കാക്കാൻ ഒരു മലക്കുണ്ട്. ആരാണ് മലക്കാരൻ? റിദ്വാൻ അലൈഹിസ്സലാം. എന്തിനാ അത് വേണം? കാരണം ഒരു പാർക്ക്, ഒരു മനോഹരമായ പാർക്ക്, അതിനുള്ളിലേക്ക് ഒരാൾ കയറാതിരിക്കാൻ അവിടെ ഒരു പാറാവുകാരൻ ആവശ്യമാണ്. ഈ നരകത്തിനെന്തിനാ കാവല് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അതിലോട്ട് ഒരാളെ പിടിച്ചിട്ടാ പോലും എന്നെ പൊന്നുവാപ്പാന്ന് പറഞ്ഞ് പുറകോട്ട് പോകുന്നതല്ലാതെ ആരെങ്കിലും അതിനകത്ത് കയറാൻ ശ്രമിക്കുമോ? ഇതിനാരെങ്കിലും കട്ടോണ്ട് പോവോ? ഒന്നുമില്ല. പിന്നെ എന്തിനാ ഒരു മലക്കിനെ അള്ളാഹു കാവലേർപ്പെടുത്തിയത്? നരകത്തെ കാക്കാൻ ഒരു മലക്ക്. അങ്ങനെയല്ലേ പഠിച്ചേക്കുന്നത്? അങ്ങനെയാണോ? മാലിക് അലൈഹിസ്സലാം. അത് അത്രമേൽ പ്രധാനമായൊരു സംഗതിയാണ്, ചെറുതല്ല. മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുകയാണ്, ഐന മുഹമ്മദുൻ വദുരിയതുഹു. മുഹമ്മദ് നബിയും അവിടുത്തെ സമുദായവും എവിടെയാണ്?
നരകത്തെ കാക്കുന്ന മലക്ക് എടുത്തു ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും പറയുകയാണ്, വഹും വാഖിഫൂന ബൈന യദയിൽ ജബ്ബാർ. അവരെല്ലാവരും അല്ലാഹുവിന്റെ തിരുഹളറത്തിൽ മുട്ടിൽ വിറങ്ങലിച്ചുകൊണ്ട് നിലകൊണ്ടിട്ടുണ്ട്. വതറാ കുല്ല ഉമ്മത്തിൻ ജാഫിയാ. മുട്ടിൽ കെട്ടിക്കൊണ്ട് ജനങ്ങൾ നിലകൊള്ളുകയാണ്. മാലിക് അലൈഹി ഇസ്ലാമിന് എല്ലാ മറുപടിയും കിട്ടി. മാലിക് അലൈഹി ഇസ്ലാം നേരെ നരകത്തിന്റെ നേരെ അങ്ങോട്ട് നിൽക്കും. നരകത്തെ കൊണ്ടുവരാൻ പോവാണ് മഹ്ശറയിലേക്ക്. വല്ലാത്തൊരു രംഗമാണത്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറയുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കി പറയാം, കാരണം നമുക്ക് ചില വിഷയങ്ങൾ കൂടി പറയാനുണ്ട്. സമയമുണ്ടോ? ഉണ്ടോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറച്ചേരോട് പറയാമല്ലോ അല്ലേ? എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ഇരിക്കുവോ? ഞാൻ 10 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? നമ്മളൊരു അല്പം നേരം ഇരിക്കും. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമ നൽകട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കും. മാലിക് അലൈഹി رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه واتباعه وسلم. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا أولا إلى حضرة نبينا وسيدنا وشفيعنا منجينا مصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة. اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود. واسقنا بغيثه وانفعنا بمحبته وتوفنا على ملته واسترنا غدا تحت ظل لوائه المعقود. وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه وذرياته وأهل بيته أجمعين وإلى حضرات ساداتنا أصحابه البدريين والهديين وسائر الصحابة والقرابة كلهم أجمعين وإلى حضرات جميع الأولياء والعلماء والشهداء والزهاد والصديقين والصالحين، خصوصا إلى حضرة غوث الأعظم الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز، وإلى حضرة سلطان العارفين الشيخ السيد أحمد الكبير الرفاعي قدس الله سره العزيز، وإلى حضرة أستاذنا ولي الله جرقت مصريار قدس الله سره العزيز، وسائر الأقطاب والأوتاد والأغياث والأولياء كلهم أجمعين. اللهم بلغهم تحية وسلاما، اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم أفض علينا وعلى جميع أمورنا وعلى مجلسنا هذا من فيوضاتهم وأسرارهم وأنبارهم وبركاتهم وحفظهم في الدين والدنيا والآخرة. اللهم بحقهم وبجاههم وبكراماتهم اللهم يسر عسيرنا وسهل أمورنا وحسن مرادنا وقض حوائجنا وبلغ آمالنا وادفع بلياتنا. اللهم فرج كروبنا واكشف همومنا ليس لها من دون الله كاشفا. اللهم اشرح صدورنا واحلل عقدة لساننا وطول أعمارنا واشف أمراضنا وأمراض مرضانا شفاء تاما لا يغادر سقما ولا ألما يا شافي الأمراض. اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا واطمس على وجوه أعدائنا فامسخهم على مكانتهم ولا يستطيعون المضي ولا المجيء إلينا يا رب العالمين. اللهم احسن واقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. ربنا عليك توكلنا وإليك نبنا وإليك المصير.
ولا حول ولا قوة إلا بالله العلي العظيم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. اللهم وإلى حضرات أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقاربنا، وإلى حضرات من دفنوا في مقبرة هذه البلدة خاصة، وإلى حضرات أرواح جميع المؤمنين عامة. اللهم اجعل ثواب قراءتنا وبركة دعائنا فداء لنا ولهم وفقاكا لنا ولهم من عذاب القبر وفتنته ومن عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. واغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم وبارك على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അടുത്തതായിട്ട് ഖിറാഅത്തിന് മുസ്തഫ മിസ്ബാഹി തെങ്ങമ്പാടം ഖത്തീബ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة. هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم. صدق الله مولانا العظيم. السلام عليكم.
സ്വാഗത പ്രസംഗത്തിനായിട്ട് നജ്മുൽ ഹുദ മദ്രസ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രസിഡന്റ് സുലൈമാൻ മണ്ണാങ്കുളമ്പ് അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടിപ്പരണ്ട നജ്മുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ത്രിദിന പ്രഭാഷണവും ദുആ സമ്മേളനവും ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ ഈ പരിപാടിയുടെ ഏറ്റക്കുറച്ചിലുകളോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ പരിപാടിയുമായി ഈ മതപ്രഭാഷണത്തെ വിലയിരുത്താതെ നാളെയുടെ പരലോക ജീവിതത്തിൻ്റെ വിജയത്തിന് കാരണമാകുന്ന ഒരു ദീനീ സദസ്സായി നിങ്ങൾ കണ്ടുകൊണ്ടും ഇതിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനം കൊണ്ട് നാളെയുടെ പരലോക ജീവിതം വിജയത്തിന് കാരണമാവട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എൻ്റെ കർത്തവ്യം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ കരീം മാസ്റ്റർ, മഹല്ല് സെക്രട്ടറി അവർകൾക്കും ഞാൻ എൻ്റെ പേരിലും ഈ കൂട്ടായ്മ നജ്മുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ മൊയ്തീൻ കുട്ടി ബാക്കബി കേന്ദ്ര മഹല്ല് ഇമാം ഈ പരിപാടിയുടെ കൂട്ടായ്മയിൽ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്ന ഉസ്താദിനും എൻ്റെ പേരിലും നമ്മുടെ നജ്മുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥിയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പരിപാടിയുടെ ആശംസാ പ്രസംഗം ഷെരീഫ് ദാരിമിക്കും മുഖ്യപ്രഭാഷകൻ അൽ ഹാഫിദ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി അവർകൾക്കും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വേദിയിലിരിക്കുന്ന എല്ലാ മദ്രസ അധ്യാപകർക്കും എൻ്റെ പേരിലും നജ്മുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ മഹല്ല് സെക്രട്ടറി കരീം മാസ്റ്റർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പരിപാടിക്ക് എല്ലാം എത്തിച്ചേർന്ന എല്ലാ മഹല്ല് നിവാസികൾക്കും എൻ്റെ സഹോദരിമാർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും നജ്മുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് കേന്ദ്ര മഹല്ല് സെക്രട്ടറി കരീം മാസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അടിപ്പരണ്ട മഹല്ല് ഖത്തീബ് മൊയ്തീൻ കുട്ടി ബാക്കബി ഉസ്താദ് അവരുകളെ, കൈരാടി ഇമാം ഷെരീഫ് ദാരിമി അവരുകളെ, അതുപോലെ സീനിയർ അധ്യാപകരായ തങ്കുസ്താദ്, അതുപോലെ തന്നെ മുഹമ്മദ് റായി ഉസ്താദ്, അതുപോലെ മുത്താമദ് ഉസ്താദ്, മജീദ് മൗലവി, അതുപോലെ തന്നെ നജ്മുൽ ഹുദ കേന്ദ്ര മദ്രസയുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ സംഘാടകരെ,